വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സുനിച്ചേട്ടൻ അങ്ങനെ ദേ മൂവാറ്റിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുനിച്ചേട്ടൻ്റെ അമ്പലത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചേട്ടൻ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ചേട്ടൻ പോണേന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ്. സുധപ്പനാണെങ്കിൽ ആകെ പനിയും ചുമയൊക്കെ ആയിട്ട് ആകെ അവശതയിലാണ്. ഇന്ന് മൊത്തത്തിൽ ഉറക്കം തന്നെയായിരുന്നു. രാവിലെ മരുന്നിനൊക്കെ കൊണ്ടുപോയി മരുന്നിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നത് ആൾക്ക് എഴുന്നേക്കാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ പോണ സമയത്ത് ഞങ്ങൾക്ക് എന്തായാലും ടാറ്റ കൊടുക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അച്ഛൻ്റെ അപ്പം അമ്മനോടും ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ ചേട്ടൻ പോണതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടൻ പോയപ്പോൾ പിന്നെ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു മൂകതയാണ്. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്ത് വേഗം തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് ഞാൻ സുധുവിനോട് പറഞ്ഞു ചൂടൻ ചായയും റസ്ക്കും റെഡിയാക്കി തരാം. അപ്പോൾ സുധുവിനാണെങ്കിൽ റസ്ക്കും ചായയൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു, പനി വന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബണ്ണും ചായയൊക്കെയാണ് വീട്ടിൽ നിന്ന് തന്നിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ റസ്ക്കൊക്കെ എടുത്തേക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് തരാം, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് തരാം, ഇതിങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണേ കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഈ കാലാവസ്ഥനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. ഇപ്പം ആരാ ഈ കാലാവസ്ഥനെ കുറ്റം പറയാത്തതല്ലേ? ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. മഴക്കാരം എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്യൂല, എന്തായാലും കാരങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാത്രി ആയപ്പോഴാണെങ്കിൽ സുധപ്പന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട്, കഞ്ഞി സുധുവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്തെങ്കിലും കഞ്ഞിയും ഒരൊലത്തും കൂടി ആക്കാമെന്നൊക്കെ കരുതിയപ്പോഴേക്കും സുധുവിന് അത് വേണ്ട, അച്ചാറും പപ്പടവും മതി എന്ന് പറഞ്ഞ് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ സൈഡായിട്ടുണ്ട് കേട്ടോ.